ഈ ബസ് കേരളത്തിന്റെ അതിർത്തി വിട്ടിട്ടിപ്പോ മണിക്കൂർ 4 ഇനി പറ, സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഡ്രൈവർക്ക് പുറമെ 2 പേരാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നത്. എന്നെ എവിടെ കൊണ്ടുപോവുകയാണ് എന്ന് ഞാൻ ചോദിച്ചു. ദോഷം പറയരുതല്ലോ, അവന്മാരുള്ള സത്യം അങ്ങ് പറഞ്ഞു. കൊന്ന് കൊക്കയിലെറിയാൻ കൊണ്ടുപോകാടാ നായെ എന്നൊരുത്തൻ. നിനക്ക് കറണ്ട് ഭാർഗവനെ നന്നാക്കണം അല്ലേടാ ചെറ്റെ എന്ന് മറ്റവൻ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, കൊക്ക എടുക്കാറാവുമ്പോ അവന്മാരെന്നെ തട്ടും. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയെ മനസ്സിൽ ധ്യാനിച്ച് ഞാനൊരു പ്രയോഗം അങ്ങ് ചെയ്തു. ഒരുത്തന്റെ അസ്ഥാനത്ത് കയറി ഒരു മരണപ്പിടുത്തം, മറ്റവന്റെ ചെവി ആഞ്ഞൊരു കടി. 2 പേരുടെ മരണവെപ്രാളത്തിലുള്ള നിലവിളി കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഡ്രൈവറുടെ നിയന്ത്രണം വിട്ടു. വണ്ടി ഒരു മരത്തിലിടിച്ചു. ഞാൻ റോഡിൽ തെറിച്ചു വീണു. പിന്നെ ഒരു ഓട്ടമായിരുന്നു അവിടുന്ന്. കുറെ ദൂരം ഓടിക്കഴിഞ്ഞപ്പോ ഒരു ലോഡ്ജ് കണ്ടു. ഭാഗ്യത്തിന് അവിടെ ഒരു മുറി കിട്ടി. അവിടുന്നാണ് ഞാൻ അലിയെ വിളിച്ചത്. കേരളം ഒരു ഭീകര സ്ഥലം തന്നെ അലി. സത്യത്തിൽ ലോഡ്ജിൽ വരാൻ എനിക്ക് ഭയമുണ്ടായിരുന്നു. ഭാർഗവനും ഡോക്ടറും കൂടി എന്നെ കൊല്ലാനുള്ള വല്ല പദ്ധതി ഇടുമെന്ന് ഞാൻ സംശയിച്ചു. പക്ഷെ ഡോക്ടറുടെ പൊട്ടിക്കരച്ചിൽ കേട്ടപ്പോ എനിക്ക് മനസ്സ് കഴിച്ചില്ല. പ്രതീക്ഷിക്കാത്ത നേരത്ത് സുനാമി തിരമാലകൾ വന്നപ്പോ മത്സ്യത്തൊഴിലാളിയും IAS-കാരനും ഒരേപോലെ നിലവിളിച്ചുകൊണ്ടാണോ ഓടിയത്. മരണത്തിന് മുമ്പിൽ മനഃശാസ്ത്രജ്ഞനും കൂലിവേലക്കാരനും വ്യത്യാസമില്ല. കറണ്ട് ഭാർഗവനെ നന്നാക്കും എന്ന് SP രാമനാഥനോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെങ്ങനെ എന്നെ കൊല്ലാൻ വന്നവന്മാരറിഞ്ഞു? ഭാർഗവനെ നല്ലവനാക്കുകയോ? ചുമ്മാ തട്ടിവിട്ടതാടോ ഞാൻ. എന്തായാലും ഈ ജന്മത്തിൽ ഇനി കേരളത്തിലേക്കില്ല. ഡിണ്ടിക്കൽ ചെല്ലുമ്പോ ട്രപ്പീസ് വേലായുധനെ കണ്ടില്ലെങ്കിൽ ബാക്കി പരിപാടി അപ്പൊ ആലോചിക്കാം. ജംബോ സർക്കസ് ഡിണ്ടിക്കലിൽ കളിക്കുന്നുണ്ടെന്ന വിവരം കിട്ടിയല്ലോ. ജംബോ അവിടെ ഉണ്ടെങ്കിൽ വേലായുധേട്ടൻ അവിടെ ഉണ്ടാവും. ஹலோ ஹலோ ட்ரிப்பிஸ் வேலாயுதன் சாரா உள்ள இருக்கிறாரு அனுப்புறேன். വേലായുധേട്ടാ, ഇത് ഞാനാ അലി. എടാ മോനെ അലി, ഇതെങ്ങനെയാടാ നീ ഇവിടെ എത്തിപ്പെട്ടത്? അങ്ങനെ ഇരുന്നപ്പോ എനിക്ക് വേലായുധേട്ടനൊന്ന് കാണണമെന്ന് തോന്നി. വേറൊരു ചെറിയ കാര്യമുണ്ട്. നീ ഇപ്പോഴും ആ പൊങ്ങച്ചക്കാരൻ ഡോക്ടറുടെ കൂടെ തന്നെയാണോ ജോലി ചെയ്യുന്നത്? ആര് പറഞ്ഞു ഡോക്ടർ പൊങ്ങച്ചക്കാരനാണെന്ന്? നാട്ടിൽ വെച്ച് കണ്ടപ്പോ ഒരിക്കൽ നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? അമേരിക്കയിൽ പഠിച്ചതും ജോർജ് ബുഷിന് ഷേക്ക് ഹാൻഡ് കൊടുത്തതും ഒക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ കോന്തനെ കുറിച്ച് ഓർമ്മയില്ലേ? അതും പറഞ്ഞ് അന്ന് നമ്മൾ എത്രയാണാ ചിരിച്ചത്. അതൊക്കെ പോട്ടെ വേലായുധേട്ടാ, ഇതെന്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്. ഇവൻ നിന്റെ സുഹൃത്താ? ഇതെന്ത് സാധനം, എന്ത് വേഷം? അയ്യേ വൃത്തിയേട്. ആദ്യം ഇവനോട് പോയി മുടി വെട്ടിയിട്ട് വരാൻ പറ. അതെ, മൂപ്പര് തലയിൽ ഇത്രയും വലിപ്പത്തുള്ള 5-6 മുഴകളുണ്ട്. അത് കാണാതിരിക്കാനാ മുടി വളർത്തിക്കുന്നത്. അപ്പഴേ വേലായുധേട്ടാ, ഞാൻ പറഞ്ഞ വേലായുധേട്ടൻ തട്ടിക്കളയാലെന്ന് ഉറപ്പ് കൊടുത്തിട്ടാ ഇയാളെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത്. എന്തെങ്കിലും ജോലി തരപ്പെടുത്തി കൊടുക്കണം. സർക്കസ് ഐറ്റം വല്ലോ അറിയാമോടെ? വേണമെങ്കിൽ പഠിക്കാമെന്നുള്ള അവസ്ഥയില്ല അല്ലേ? ഈ പ്രായത്തിൽ ഇവനിനി എന്ത് പഠിക്കാൻ? ഇതുവരെ എന്ത് ജോലിയാടാ ചെയ്തിരുന്നത്? ഞാനൊരു ഡോയാ? അതെന്ത് ജോലി? ഡോർ ടു ഡോർ ഡെലിവറി, ഒരു കമ്പനിയുടെ സാധനങ്ങൾ. ആ കമ്പനി ഇപ്പൊ എവിടെ പോയി? സുനാമി വന്നപ്പോ ഒലിച്ചു പോയി. സുനാമി വന്നു പോയിട്ട് കാലം എത്ര ആയടോ? അന്നു മുതൽ മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയായിരുന്നു വേലായുധേട്ടാ. ഈ മൂശേട്ടെ കണ്ട ആരും ജോലി കൊടുക്കില്ല, അത് തന്നെ കാര്യം. പറയുന്ന എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണോ? ചിലപ്പോ മാനേജറുടെയും എന്റെയും തുണിയൊക്കെ അലക്കേണ്ടി വരും. ഇഷ്ടമുണ്ടെങ്കിൽ മതി. പണിയൊന്നും അറിഞ്ഞൂടാത്തവന് വേറെന്ത് പണി? അല്ല, ഈ അസിസ്റ്റന്റ് മാനേജർ ഒഴിവെച്ചെന്നുണ്ടല്ലോ, വന്ന് കേറി അവിടെ അസിസ്റ്റന്റ് മാനേജർ ആവണം അല്ലേ? തുണി അലക്കാനും. തൽക്കാലം ഒളിച്ചു താമസിക്കലാണ് നമ്മുടെ ഉദ്ദേശം. മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഡോക്ടർ പെട്ടെന്നെല്ലാം മറന്നു. അല്ല, അത് ശരിയാ. അതിനേക്കാളും വലുതായിട്ട് ഇനി എന്ത് വരാം? എനിക്ക് ഇപ്പൊ തന്നെ മടങ്ങണം. ഭാര്യ മോനെ പേടിക്കും. ക്ലിനിക്കിൽ വരുന്ന രോഗികളോട് എന്ത് പറയണം? എന്ത് പറയാ? ഡോക്ടർ മരിച്ചുപോയി എന്നൊരു ബോർഡ് എഴുതി വെച്ചേക്ക്. സാർ ഇവിടെ? ഡോക്ടർ എവിടെയല്ലേ? ഒരു പിടിയില്ല സാർ. ഇന്നും രാവിലെ ഞാൻ ക്ലിനിക്കിന്റെ മുമ്പിൽ നിന്ന് കാത്തു നിന്നു. ഡോക്ടർ വന്നില്ല. കാണാതായിട്ട് 4-5 ദിവസമായിട്ടും ഡോക്ടർ ഇവിടെ അന്വേഷിച്ചില്ലേ? ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാണ് സാറേ?
ഡോക്ടറുടെ വീട്ടിൽ പോയി അന്വേഷിക്കാൻ വരുന്നില്ലേ? അത് ഞാൻ ആലോചിച്ചില്ല. സാറ് വീട്ടിൽ അന്വേഷിച്ചു കാണുമല്ലോ, അതുകൊണ്ട് സാറിനോട് ഞാൻ അന്വേഷിക്കുകയാണ്. ഡോക്ടർ അവിടെ എന്നാ ഞാൻ സത്യം പറയാം സാർ, വീട്ടിൽ പോയി അന്വേഷിക്കാതിരുന്നത് ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോ അകത്ത് നിൽക്കുക കരണ്ട് ഭാർഗവൻ, ഞാൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അവന് എന്തെങ്കിലും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഒരു ഫോണെങ്കിലും ചെയ്യാതിരിക്കുവോ? ആരെങ്കിലും ഫോൺ ടാപ്പ് ചെയ്ത് ഏത് സ്ഥലത്തു നിന്നാണ് ഡോക്ടർ വിളിച്ചതെന്ന് കണ്ടുപിടിക്കുന്നുള്ള ഭയമായിരിക്കാം. എന്തായാലും ഒരു കാര്യം തീർച്ചയാ, ഡോക്ടർ ആരെയൊക്കെ ഭയപ്പെടുന്നുണ്ട്. ഭാർഗവനെ മാത്രമല്ല, ഭാർഗവനുമായി ബന്ധപ്പെട്ട മറ്റാരൊക്കെയോ. അലിയുടെ പെരുമാറ്റം അത്ര സ്വാഭാവികമല്ല. ഒരുപക്ഷെ പോലീസ് മുറ പ്രയോഗിച്ച അലിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാന്നിരിക്കും. ഇതുവരെയായിട്ടും പോലീസ് ഒന്നും ചെയ്തില്ലല്ലോ. അവരെ കൊണ്ടാവുന്നല്ലേ ചെയ്യാൻ പറ്റൂ. എല്ലാ സ്ഥലത്തേക്കും ഇൻഫർമേഷൻ പോയിട്ടുണ്ട്. ആ ഭാർഗവനുമായിട്ട് കൂട്ടുകൂടിയ അപകടമാണെന്ന് വിനോദ് ആദ്യമേ പറഞ്ഞതാ. അവൻ കേട്ടില്ല. വയസ്സുകാലത്ത് എന്നെ എന്തിനിങ്ങനെ തീയതിയിട്ടിക്കുന്നുണ്ട് ഈശ്വര. ஜம்போ ரஷ்யன் சர்க்கஸ் உங்கள் அனைவரையும் வண்ணமயமான அணிவகுப்புகளோடு வரவேற்கிறது. അത് ശരി. അകത്ത് കളി നടന്നുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിലാണോ തന്റെ തീറ്റ? ഉച്ചക്ക് കിട്ടിയത് കഴിച്ചിട്ട് വിശപ്പ് മാറിയില്ല. ഇതൊരു നേപ്പാളി തന്നതാ. എന്നാലേ നാളെ മുതൽ തനിക്ക് ഇലയിട്ട് സദ്യ വിളമ്പി തരാം. വന്ന് പെട്ടെന്ന് വേഷം മാറും. വേഷം മാറാനോ? എന്തിന്? തന്റെ ചോദ്യത്തിനൊന്നും ഉത്തരം പറയാൻ നേരമില്ല. മതി കഴിച്ചത്. അല്ല, വിശക്കുമ്പോ എന്തെങ്കിലും കഴിക്കണ്ടേ? ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഒരു ഐറ്റം ചെയ്യണം. രാജേഷ് തിവാരി പനി പിടിച്ച് കിടപ്പില്ല. ഈ പീരങ്കിക്കകത്തോട്ട് കയറി. അയ്യോ, ഇതിനകത്തോ? ഞാൻ സർക്കസ് പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞതല്ലേ. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇതിലെന്ത് പഠിക്കാനിരിക്കുന്നു? ചുമ്മാ കയറി കിടന്നാ മതി. അന്നവന്മാര് കൊന്നാ മതിയായിരുന്നു, ഒറ്റയടിക്ക് തീർന്നു. ഇത് കൊലയാണല്ലോ. കിടന്ന് പിറുപിറുക്കാതെ കേറടാ കഴുത. बहुत अच्छा भाई और बहनों, द ग्रेट इंडियन पीरंगी जंप. എഴുന്നേറ്റ് താഴെ വരാൻ. താഴെ വരാൻ. കുത്തബ് മൈനാർ വടകരയിലാണോ? അതെ അതെ അതെ, പണ്ട് മുതലേ അവിടെ തന്നെ. മോമ്പാ വേല ഇതാ, ഇവന്റെ ഫോളിംഗ് അസലായിരുന്നു. താങ്ക് യു സർ. ഓഡിയൻസിന്റെ കണ്ണ് തള്ളിപ്പോയി. തിവാരിയുടെ പനി മാറിയാലും ഇനി ഈ ഐറ്റം ഇവൻ തന്നെ ചെയ്താൽ മതി. ഓക്കെ സർ. അടുത്ത തവണ വീഴുമ്പോ തല കുത്തി വീണ ഒന്നും കൂടെ നന്നായിരിക്കും. അത് ഈസി ആയിട്ട് ചെയ്യിക്കാം. ഇവനാണോ അഭ്യാസി അല്ലേടാ? പോലീസിന്റെ അനാസ്ഥ അവസാനിപ്പിക്കുക. കരണ്ട് ഭാർഗവനെ ഉടൻ അറസ്റ്റ് ചെയ്യുക. അണ്ണാ, ഭാർഗവണ്ണ, അണ്ണോ, ഇയാളിത് എവിടെ പോയി കിടക്കുക? ഭാർഗവണ്ണ, പതുക്കെ വിളിക്കടോ. വല്ലവനും കണ്ടുപിടിച്ചാ പിന്നെ ഇവിടെ നിന്ന് ഓടേണ്ടി വരും. എന്തായി? അപ്പം മോട്ടോറേഷൻ കിട്ടിയോ? കിട്ടിയില്ലെണ്ണ. കപ്പ ആയില്ല മുളക് കിട്ടതും ഈ നേരത്തെ അതൊക്കെ എവിടെ കിട്ടാനാണ്? എല്ലായിടത്തും തിരക്കിയോ? അതെങ്ങനാ? മുട്ട റോസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചോണ്ട് ടൗൺ മുഴുവൻ തെണ്ടാനൊക്കുവോ? 2 പരിപ്പോടയുണ്ട്. ഇത് തിന്നേച്ചേ കുറച്ച് പച്ചവെള്ളം കുടിച്ചാ മതി. പരിപ്പോടെ? അതെ, പരിപ്പോട തന്നെ.
മോശപ്പെട്ട ഒരവസ്ഥ വരുമ്പോ മനുഷ്യൻ അതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. ജബ്ബാറേ, അതെ, ജബ്ബാറ് തന്നെ. വേണമെങ്കിൽ കഴിച്ചാ മതി. ഒരയില മുളകിട്ടത് കുറെ കാലമായില്ല അയില തിന്നാൻ തുടങ്ങിയിട്ട് ഇതുവരെ മടുത്തില്ലേ? അപ്പൊ നിങ്ങൾക്കും എന്നെ വിലയില്ലാതായി. അണ്ണാ, ടൗണിലെ മുഴുവൻ അണ്ണനെതിരെ ജാഥയും പൊതുയോഗവും നടക്കുക. കറണ്ട് ഭാർഗവനെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് ആളുകൾ അലറി വിളിക്കുക. പാത്തും പതുങ്ങിയ ഞങ്ങൾ ഈ പരിപ്പിട തന്നെ ഒപ്പിച്ചത്. അണ്ണന്റെ ആൾക്കാരാണ് ഞങ്ങളെന്ന് വല്ലവരും തിരിച്ചറിഞ്ഞാൽ. കണ്ണപ്പം പറഞ്ഞപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. പക്ഷേ ജബ്ബാറ് അണ്ണാ, അണ്ണനോട് എനിക്ക് ഇഷ്ടക്കുറവുണ്ടായിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അണ്ണനൊന്ന് ആലോചിച്ച് നോക്കിയേ. മര്യാദയ്ക്കൊന്ന് കിടന്നുറങ്ങിയിട്ട് നാളെത്രായി. ഇവിടുത്തെ കൊതുക് കടിച്ചിട്ടാണ് മേലാകെ ചൊറിച്ചില്ല. ഇനി അങ്ങോട്ട് എന്താവും ഒരു എത്തും പിടിയില്ല. ടൗണിൽ പോയപ്പോ ഞങ്ങൾ ആലോചിച്ചതാ ബാർബർ ഷോപ്പിൽ കയറി മൂടി പറ്റി അങ്ങ് വെട്ടിച്ചാലോന്ന്, ആളറിയാതിരിക്കാൻ. ഒരു ഉപദേശം ചോദിക്കാമെന്ന് വെച്ചാൽ ഡോക്ടറെയും കാണാനില്ല. മണ്ടത്തരം പറയാതണ്ണ. ഇത്രയും കാലമായിട്ടും അയാൾ എന്ത് പിന്നാക്ക ചെയ്തത്? പിന്നെന്താണോ വഴി, പന്നികളെ? ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. വേലായുധേട്ടാ, എനിക്ക് നടുവേദനയുണ്ട്. അതുകൊണ്ട് അടുത്ത ഷോയ്ക്ക് ഞാൻ കയറിക്കോളാം. ഈ കളി കഴിയുമ്പോ നടുവേദനയൊക്കെ താനേ മാറിക്കൊള്ളു. ഇവിടെ 30 വർഷമായി ഞാൻ ട്രപ്പീസ് കളിക്കാൻ തുടങ്ങിയിട്ട്. താനൊക്കെ ജീവിതത്തിൽ ട്രപ്പീസ് കളിച്ച് തടി തപ്പാൻ നോക്കുന്ന ജാതി. തുണി അലക്കാനും കക്കൂസ് ഇടാനും പറഞ്ഞാൽ അനുസരിക്കില്ല. ഇങ്ങനെ തിന്നു മുടിക്കാനായി മാത്രം ഒരുത്തന്നെ ഇവിടെ ആവശ്യമില്ല. ഓഡിയൻസിനെ നോക്കി കൈവീശി കാണിക്കണ കഴുതേ. മതി മതി, കേറങ്ങോട്ടോ. மீண்டும் மீண்டும் பார்க்க தூண்டும் உங்கள் நெஞ்சை விட்டு மாறாத இந்த பீரங்கி ஐட்டம் ஜம்போ ரஷ்யன் சர்க்கஸில். എന്റെ അന്ത്യം ഇവിടെ വെച്ച് തന്നെയാവാം. ചുറ്റും ചില കെട്ടിടങ്ങൾ ഉണ്ടെന്നല്ലാതെ ആളനക്കം കാണാനില്ല. നിലവിളിച്ചാൽ പെട്ടെന്നാരും വരുമെന്ന് തോന്നുന്നില്ല. കത്തിയോ തോക്കോ എന്താന്ന് വെച്ചാൽ എടുത്തോളൂ. ഞാൻ റെഡിയാണ് മരിക്കാൻ. എന്താ കൊല്ലുന്നില്ലേ? ഞാൻ ആരെയും കൊല്ലാനൊന്നും വന്നതല്ല. ഞാൻ കാരണം ഡോക്ടർക്ക് യാതനകളെ ഉണ്ടായിട്ടുള്ളൂ എന്നറിയാം. മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ല എനിക്ക്. ഞാൻ ചികിത്സ തേടി വന്നതല്ല. ഇനി ഒരിക്കലും അതിന് ഞാൻ ഡോക്ടർ പുറകെ വരില്ല. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഞാൻ കാട്ടിലേക്ക് തന്നെ മടങ്ങാം. നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ് എൻ്റെ വിധി. അതവിടെ വെച്ച് എനിക്ക് കിട്ടട്ടെ. ഡോക്ടർ നാട്ടിലേക്ക് വരും, പഴയ ജീവിതത്തിലേക്ക്. അത് പറയാമെന്നാ ഞാൻ. അതിന് വെറും സ്വപ്നമാണ്. ഞാൻ എങ്ങോട്ടുമില്ല. താൻ കൊല്ലുന്നുണ്ടെ കൊല്ലടോ. ഡോക്ടർ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ കാട്ടിലേക്ക് മടങ്ങിയാൽ ഡോക്ടറെ കൊല്ലാൻ ആരും വരില്ല. എന്ന് വെച്ചാൽ അതൊന്നും വിശദീകരിച്ചിട്ട് കാര്യമില്ല. ഡോക്ടർ ഞാൻ പറയുന്നത് വിശ്വസിക്കും. തന്നെ പോലൊരാൾക്ക് എന്റെ കാര്യത്തിൽ ഇത്ര ഉത്കണ്ഠ എന്തിന്? കുറ്റബോധവും മാപ്പ് ചോദിക്കാനുള്ള ആഗ്രഹമൊക്കെ നന്മയുള്ള മനസ്സിലേ ഉറവെടുക്കൂ. ഇത് സത്യമാണെങ്കിൽ കുറച്ചു നാളുകളായി തന്റെ ഉള്ളിൽ താൻ പോലും അറിയാതെ വീണ്ടും വിചാരത്തിന്റെ ഒരു വടംവലി നടക്കുന്നുണ്ടാവണം. ദീർഘകാലമായുള്ള തെറ്റുകളിൽ നിന്നുള്ള മോചനം, നന്മയുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ദാഹം. അതുകൊണ്ടല്ലേ മറ്റുള്ളവരെ അപായപ്പെടുത്താൻ ആയുധമെടുക്കുമ്പോൾ കൈവിറയ്ക്കുന്നത്? അതുകൊണ്ടല്ലേ ആത്മധൈര്യം ചോർന്നതായി അനുഭവപ്പെടുന്നത്? അത് തിരിച്ചറിയാൻ ഭാർഗവന് കഴിഞ്ഞില്ല. ഉള്ളിന്റെ ഉള്ളിൽ നടന്ന ആ സംഘർഷമാണ് ഭാർഗവന്റെ രോഗം.
നന്മയുള്ളൊരു ജീവിതമേ ഇനി വേണ്ടൂ എന്ന് ഭാർഗവൻ തീരുമാനിച്ചാൽ മതി. അപ്പോ ശക്തനായ ആത്മവിശ്വാസമുള്ള ഭാർഗവൻ പുനർജനിക്കും. ശരിയാണ് ഡോക്ടർ, അത് തന്നെയാണ് എന്റെ പ്രശ്നം. ആഗ്രഹിക്കാത്ത സാഹചര്യങ്ങളിലേക്ക് പലപ്പോഴും ഞാൻ വലിച്ചെറിയപ്പെടുകയായിരുന്നു. ഡോക്ടർക്കറിയാമോ, വിഷം കുടിച്ച എന്റെ അച്ഛൻ മരിച്ചത്. എന്നെ പ്രസവിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് എന്തോ രോഗം വന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു അമ്മ. എനിക്ക് ഓർമ്മ വെച്ചപ്പോ അമ്മയെ ചികിത്സിച്ച് അച്ഛൻ മുടിഞ്ഞിരുന്നു. കഞ്ഞി വെക്കുന്നത് അച്ഛൻ, അത് കോരിത്തരുന്നത് അച്ഛൻ, സ്കൂളിൽ കൊണ്ടാക്കുന്നത് അച്ഛൻ. 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഫീസ് കൊടുക്കാൻ പറ്റാതെ എന്റെ നിൽപ്പെന്നും സ്കൂളിന്റെ വരാന്തയിലായിരുന്നു. അമ്മാവന്റെ ഒരു മകള് കല്യാണം കഴിച്ച് ഭർത്താവിനോടൊപ്പം നാഗാലാൻഡിലുണ്ടായിരുന്നു. ഒരിക്കൽ നാട്ടിൽ വന്നപ്പോ ഞങ്ങളുടെ കൂടെ വിട്ട ഇവനെ ഞങ്ങളെ നന്നായി പഠിപ്പിച്ചോളാന്ന് പറഞ്ഞു. ഒരേ ഒരു മകനല്ലേ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി എന്നെ അവരോടൊപ്പം അച്ഛൻ വിട്ടു. അവിടെ നിന്നാണ് എന്റെ ദുരന്തം തുടങ്ങുന്നത്. എന്നെ അവർ സ്കൂളിൽ അയച്ചതേ ഇല്ല. ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുമ്പോൾ 3 വയസ്സുള്ള 2 കുട്ടികളെ ഞാൻ നോക്കണം. പിന്നെ അടുക്കള പണിയും ഞാൻ തന്നെയാണ്. അന്ന് ഞാൻ കരയാത്ത ദിവസങ്ങളില്ല. മിക്ക ദിവസം അവരെന്നെ അടിക്കും. തീക്കുള്ളി എന്റെ ദേഹത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇതിനിടയ്ക്ക് അമ്മ മരിച്ച വിവരത്തിന് കമ്പി വന്നിട്ട് അവരെന്നെ അറിയിച്ചില്ല. നാട്ടിൽ പോയി ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. സഹിക്ക വയ്യാതായപ്പോ ഒളിച്ചോടി. ആ യാത്ര അവസാനിച്ചത് ജയിലിൽ. അച്ഛൻ എന്നെ തിരക്ക് നാഗാലാൻഡിൽ പോയിരുന്നെന്ന് പിന്നീടാണ് അറിഞ്ഞത്. ആ കുരുത്തം കെട്ടവൻ എവിടെയോ പോയി തുലഞ്ഞു കാണുമെന്ന് അച്ഛനോട് അവർ പറഞ്ഞു. അമ്മ മരിച്ച് തനിച്ചായ അച്ഛന് അത് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. അധികം വൈകാതെ അച്ഛൻ വിഷം കഴിച്ചു മരിച്ചു. എപ്പോഴും നാട്ടിലെത്തപ്പോഴാണ് ഞാൻ അറിയുന്നത്. പക്ഷേ മദിരാശിയിലെ ഒരു ഹോട്ടലിൽ 2 കൊല്ലം എച്ചിൽ കഴുകി സ്വരൂപിച്ചു വെച്ച പണവും കൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ നാഗാലാൻഡിൽ പോയി. എന്റെ അമ്മാവന്റെ മകളെന്ന് പറഞ്ഞവളെ ഞാൻ തല്ലി ചതച്ചു. അവളുടെ മൂക്കിന്റെ പാലം ഞാൻ ചവിട്ടി അരച്ചു. എതിരാളിയെ ആക്രമിക്കാൻ ശീലിച്ചത് അന്ന് മുതൽക്കായിരിക്കണം. അപ്പൊ അച്ഛനെ പറ്റി അന്ന് എന്നോട് പറഞ്ഞതൊക്കെ? അച്ഛനെ പറ്റി സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. അതുകൊണ്ട് അന്നങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഭാർഗവൻ, നല്ലവനായ അച്ഛന്റെ നല്ലവനായ മകനാണ് നിങ്ങൾ. ഇടയ്ക്ക് സംഭവിച്ചതെല്ലാം സാഹചര്യങ്ങൾ മാത്രം. ആ സാഹചര്യങ്ങളിൽ നിന്ന് പരിപൂർണമായി പിന്മാറാതെ നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാവില്ല. അതെ ഡോക്ടർ, അതുതന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ ഞാൻ അകപ്പെട്ടിരിക്കുന്നത് വല്ലാത്തൊരു കെണിയിലാണ് ഡോക്ടർ. എന്ത് കെണിയായാലും നമ്മുടെ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ മറ്റാരെയും അനുവദിച്ചുകൂടാ. ഭാർഗവൻ അത് കഴിയണം. വേറെ പോം വഴികളില്ല. ഭാർഗവ, എന്നെ താൻ ഭ്രാന്ത് പിടിപ്പിക്കരുത്. എന്റെ 20 കോടി കളഞ്ഞിട്ടും തന്നോട് ക്ഷമിച്ചവനാ ഞാൻ. കളഞ്ഞ 20 കോടി എങ്ങനെ ഉണ്ടായതാണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്നതല്ലേ. അല്ലെങ്കിലും ഞാൻ തർക്കിക്കാനില്ല. എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ഭീഷണിപ്പെടുത്തി ഇനി എന്നെ നിങ്ങളോട് നിർത്താമെന്ന് വിചാരിക്കണം. ഭീഷണിയുടെ ആവശ്യം എന്താണ് ഭാർഗവ? ഈ കണ്ണിൽ നിന്ന് ഒരാൾ പിരിഞ്ഞു പോയാൽ സ്വാഭാവികമായി എന്താണ് സംഭവിക്കുക എന്ന് തനിക്ക് ഞാൻ പറഞ്ഞു തരണോ? മരണമല്ലേ? അറിയാം മിസ്റ്റർ. ഊട്ടിയിലെ ബംഗ്ലാവിൽ സുഖവാസത്തിൽ കഴിഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് ഇയാളെ നിർദ്ദേശങ്ങൾ അയക്കുമ്പോ അവിടെ പലതവണ മരണത്തെ നേരിൽ കണ്ടവനാ ഞാൻ. ആ ഭയം എനിക്കിപ്പോ ഇല്ലടോ. എങ്കിൽ താൻ ഒരുങ്ങിക്കോ ഭാർഗവ. തന്റെ മുന്നിൽ വരാൻ എനിക്കിന് ഒരുങ്ങേണ്ട കാര്യമില്ലടോ. കാണാം നമുക്ക്. എന്നെ ജീവനോടെ ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് രാമനാഥൻ തീർത്തു പറഞ്ഞു. അപ്പോ ഒന്നുകിൽ അയാൾ അല്ലെങ്കിൽ ഞാൻ. അത് ഇനി നടക്കും. അങ്ങനെ തീരുമാനിച്ചെങ്കിൽ ഇനി വൈകേണ്ട കാര്യമില്ല. അധികൃതരോടെല്ലാം തുറന്നു പറയണം. രാമനാഥന്റെ മുഖം മൂടി വലിച്ചു കീറണം. കുറച്ചുകൂടി നേരത്തെ ഇവിടെ വരുമെന്നായിരുന്നു കരുതിയിരുന്നത്. അതുകൊണ്ട് ഇന്നലെ തന്നെ അങ്ങ് ചാർജ് എടുത്തു. ഭാർഗവൻ വെളിപ്പെടുത്താൻ പോകുന്ന സത്യങ്ങൾ കേട്ട ഉടൻ നടപടിയെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാള് വേണ്ടേ? ഈ സന്ദർഭത്തിന് യോജിച്ചത് ആയുധത്തെക്കാൾ അധികാരമാണെന്ന് എനിക്ക് തോന്നി. പറഞ്ഞോളൂ, പറയാനുള്ളതെല്ലാം പറഞ്ഞോളൂ.
ആ മനഃശാസ്ത്രജ്ഞന്റെ അമ്മയും സഹോദരിയും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? 3 പേരെ ഞാൻ വന്ന് കണ്ടോളാം. എടോ ഭാർഗവ, ഡിപ്പാർട്ട്മെന്റിലും സമൂഹത്തിലും വർഷങ്ങളായി ഞാൻ ഉണ്ടാക്കിയെടുത്ത ക്ലീൻ ഇമേജ് ഉണ്ടല്ലോ, അറിയപ്പെടുന്ന ഒരു കുറ്റവാളിയായ ഭാർഗവന് അത് തകർക്കാനാകില്ല. പോലീസിലോ കോടതിയിലോ എവിടെ വേണമെങ്കിലും താൻ പോയി പറഞ്ഞു എനിക്ക് കഞ്ചാവ് തോട്ടങ്ങളുണ്ടെന്നും ജോസഫ് മാത്യുവിനെ കൊന്നത് ഞാനാണെന്നും. പക്ഷേ തെളിവുണ്ടോ കയ്യിൽ? പോലീസും കോടതിയും തെളിവ് ചോദിക്കും. വ്യക്തികൾക്ക് അവകാശമില്ലാത്ത ഏതോ കാടിന്റെ താഴ്വരകളിലെ കഞ്ചാവ് തോട്ടങ്ങൾ എന്റേതാണെന്ന് പറഞ്ഞ ആര് വിശ്വസിക്കും? എങ്ങനെ വിശ്വസിപ്പിക്കും? ബുദ്ധിയില്ലടോ തനിക്ക്, അതുകൊണ്ടെടുത്ത തീരുമാനമായതൊക്കെ. ബുദ്ധിയില്ലാത്ത പൊട്ടന്മാർക്കൊരു കുഴപ്പമുണ്ട്. അവര് മുൻപിൻ നോക്കാൻ അറിയാത്തവരാ. അവൻ അടിക്കുന്ന അടിയിൽ ബുദ്ധിമാൻ അവന്റെ ബുദ്ധി സൂക്ഷിച്ചിരിക്കുന്ന തലച്ചോറ് ചിന്നി ചിതറും. അടിക്കാൻ കൈ പൊങ്ങിയാലല്ലേ ഭാർഗവ? എപ്പോഴെങ്ങനെയാണ് അടി വീഴുക എന്ന് ഊഹിക്കാൻ പോലും തനിക്ക് കഴിയില്ല. ആഹാ, അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാത്തിരിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. തന്നെ പോലെ കാക്കിക്കുപ്പായമിട്ട് നടക്കുന്ന ഒരുപാട് കള്ളന്മാർ ഈ നാട്ടിലുണ്ട്. അവരിൽ പലരും പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഗതിയും മറ്റൊന്നായിരിക്കില്ല. കോടതി സഹായിച്ചില്ലെങ്കിൽ എന്റേത് മാത്രമായ ഒരു കോടതിയായിരിക്കും നിന്റെ വിധി പ്രസ്താവിക്കുന്നത്. ആ വിധി സ്വല്പം മോശമായിരിക്കും.